കേരളത്തിലെ അമ്മമാർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഏത് ഫുഡ് ഐറ്റം ആണെങ്കിലും കുറച്ച് ബാക്കി വന്ന ഒന്നെങ്കിൽ അത് കഴിക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും. ഇനിയിപ്പോൾ ആ ഫ്രിഡ്ജിൽ വെച്ച ഐറ്റം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കളഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു സാധനം കളയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റാത്ത 10 ഫുഡ് ഐറ്റത്തിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കാണാം. അപ്പോൾ നോക്കിയാലോ ഏതൊക്കെയാണ് ആ ഫുഡ് ഐറ്റംസ് എന്ന്. അത്തരത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരു ഫുഡ് ഐറ്റമാണ് നമ്മുടെ കിഴങ്ങ്. കിഴങ്ങെന്ന് പറയുമ്പോൾ പൊട്ടറ്റോ മാത്രമല്ല, നമ്മുടെ കപ്പ, മധുരക്കിഴങ്ങ് പോലുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വെക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഴങ്ങിലൊക്കെയുള്ള സ്റ്റാർച്ച് ഷുഗറായിട്ട് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അത് അങ്ങനെ കൺവേർട്ട് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവറും ടെക്സ്ചറും ഒക്കെ അഫക്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഫ്ലേവറും ടെക്സ്ചറും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ നമ്മുടെ തക്കാളിയാണ്. അപ്പോൾ തക്കാളി മാക്സിമം ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത മറ്റൊരു ഫുഡ് ഐറ്റം നമ്മുടെ ഉള്ളികളാണ്. ഉള്ളികൾ എന്ന് പറയുമ്പോൾ സവാള, ചെറിയുള്ളി, വലിയുള്ളി ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇത് തൊലിയോട് കൂടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ധൃതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൊലി ഉരിഞ്ഞിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അതിന് കുഴപ്പമില്ല. തൊലിയോട് കൂടിയിട്ടാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മുള പൊട്ടാനും ഫ്ലേവർ നഷ്ടപ്പെടാനും പിന്നെ ഫംഗൽ മോൾഡിൻ്റെയൊക്കെ ഗ്രോത്തും ഒക്കെ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല, നമുക്ക് വിപരീത ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഉള്ളികൾ മാക്സിമം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബ്രെഡും പഴവും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ബ്രെഡ് ഡ്രൈ ആയിട്ട് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറയും. പിന്നെ പഴമാണെങ്കിൽ പെട്ടെന്ന് കറുക്കും, പഴുക്കുന്നതാണെങ്കിൽ അൺഈവനായിട്ടായിരിക്കും പഴുക്കുന്നത്. അപ്പോൾ ഈ 2 ഫുഡുകളും ഫ്രിഡ്ജിൽ വെക്കാതെ ഒഴിവാക്കുക. പിന്നെ തേന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പുറത്ത് കൂൾ പ്ലേസിൽ വെച്ചാൽ മതി, നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. അതേപോലെ കോഫി, അതിൻ്റെ ടെക്സ്ചറും ഫ്ലേവറും ഒക്കെ പോകുന്നതുകൊണ്ട് കോഫിയും എണ്ണകൾ പിന്നെ അതേപോലെ നട്ട്സ് മുതലായ കാര്യങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഫ്രൂട്ട്സിൽ മെലൺസ്, അതായത് തണ്ണിമത്തൻ, ഷമാമ് പോലെയുള്ള ഫ്രൂട്ട്സുകൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ടെക്സ്ചറും ആ വാട്ടർ കണ്ടൻറ്റും വൈറ്റമിൻസും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫുഡ് ഐറ്റംസാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ സൂക്ഷിക്കേണ്ട ഐറ്റംസ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫുഡ് ഐറ്റമും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സ്നേഹിക്കുന്ന നമ്മുടെ അമ്മമാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ റിലേറ്റഡ് വീഡിയോസിൽ എന്തുകൊണ്ടാണ് മഴക്കാലത്ത് സന്ധിവേദന കൂടുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അമ്മമാർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.